റംസാൻ നോമ്പെടുക്കുന്ന ഒരു പൊതുപ്രവർത്തകയെ പരിചയപ്പെടാം. ഇനി കഴിഞ്ഞ 17 വർഷമായി ഈ പൊതുപ്രവർത്തക നോമ്പെടുക്കുന്നുണ്ട്. ആരാണെന്നല്ലേ? NCP നേതാവും കേരള വികസന കോർപ്പറേഷൻ അധ്യക്ഷയുമായ ലതിക സുഭാഷ്. ഭർത്താവ് സുഭാഷിന്റെ പാത പിന്തുടർന്നായിരുന്നു ലതിക സുഭാഷ് നോമ്പെടുക്കാൻ തുടങ്ങിയത്. റംസാൻ നോമ്പ് മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും നോമ്പുകൾ ലതിക സുഭാഷ് എടുക്കാറുണ്ട്. നോമ്പെനിക്ക് അന്യമല്ല. 8 നോമ്പോ തിങ്കളാഴ്ച നോമ്പോ ഷഷ്ടിവ്രതമോ ഏകാദശിയോ ഏതായാലും ഇത് വേറിട്ട നോമ്പ് കാലം, ഓർമ്മിക്കാൻ ഒരു പട്ടിണിക്കാലം. സുഭാഷ് ചേട്ടൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം മുതൽ റംസാൻ നോമ്പെടുക്കാൻ പോകും. ഞാൻ പറഞ്ഞു, അതങ്ങനെ ശരിയാകുന്ന, ഞാൻ വല്ലപ്പോഴും വരും, ചേട്ടൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ കഴിച്ച് ഒരാൾ കഴിക്കാതെ ഇരിക്കുന്ന, അപ്പോൾ അങ്ങനെയാണ് ഞാനും എടുക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എന്താ നോമ്പ്? ഒരു കുഴപ്പമില്ല. അതാണല്ലോ ഞാൻ, അതുകൊണ്ടായിരിക്കുമല്ലോ രാഷ്ട്രീയത്തിൽ അല്ല, എൻ്റെ രാഷ്ട്രീയം ഇങ്ങനത്തെ രാഷ്ട്രീയമായി മാറുന്നത്. എനിക്ക് 2-3 വർഷമായിട്ട് 30 നോമ്പും കിട്ടുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ എല്ലാ വർഷവും 30 നോമ്പ്, എല്ലാ വർഷവും. ലതിക തീരുമാനങ്ങൾ എടുത്താൽ അതിൽ നിന്ന് മാറാത്ത ഒരാളാണ്. അത് വളരെ ആലോചിച്ച് തീരുമാനമെടുത്ത് അത് പ്രവർത്തകരുടെ ഭാഗത്ത് കൊണ്ടുവരുന്ന ഒരാളാണ്. ഞാൻ സ്ഥലത്തില്ലെങ്കിൽ സുഭാഷ് ചേട്ടനെ എവിടെന്നെങ്കിലും കേട്ടെങ്കിൽ വിളിച്ച് പറയും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ സുഭാഷ് ചേട്ടനെ വിളിച്ച് പറയും. ഞാൻ നോമ്പ് തുടങ്ങിയ കാലഘട്ടത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഷാനിമോളും ഞാൻ KPCCയുടെ സെക്രട്ടറി ആയിരുന്നു, മഹിളാ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പം ഞാൻ മുസ്ലിം സുഹൃത്തുക്കളോടാണ് നോമ്പിൻ്റെ കാര്യങ്ങളും ഇതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അന്നിലേറിടും സ്നേഹാമൃതം പോലെ അന്യരും ഞാനും ഒന്നുപോലെന്നുമേ സ്നേഹമുള്ളവരായി വസിച്ചിടണം പ്രേമരൂപ ജഗദീശപായി. ലതിക സുഭാഷ് നേരത്തെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ, ഞാൻ കോളേജ് പഠിക്കുമ്പം അതേ കോളേജിൽ തന്നെയാണ് ലതിക സുഭാഷും പഠിച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് കോളേജിൽ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ട ഒരു ഓർമ്മയാണ് പെട്ടെന്ന് വന്നത്. അപ്പം കോട്ടയംകാരി തന്നെയാണ്. വർഷങ്ങളുടെ വ്യത്യാസം ഒന്നും എടുത്ത് പറഞ്ഞേക്കാം. വർഷങ്ങൾ ഒരുപാട് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. കൃത്യമായി എനിക്ക് ലതിക സുഭാഷ് ഏത് വർഷമാണ് പഠിച്ചത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കോളേജിൽ വരുമായിരുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും പറഞ്ഞു വരുന്നത്, രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ മറ്റ് മതത്തെ സ്വാഭാവികമായും അറിയാനും ഒപ്പം തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്നതൊക്കെ നല്ല സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്. അപ്പോൾ ഹാറ്റ്സ് ഓഫ് മാം.